നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രോതാക്കൾക്ക് നമസ്കാരം. കർക്കിടക മാസത്തിലെ രാമായണ മാസം ആചരണവും രാമായണ പാരായണവും ഒക്കെ കേരളത്തിൻ്റെ തനിമയുള്ള ആചാരമാണല്ലോ. അതിൻ്റെ ഭാഗമായി കടലാസും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളുമായി ദാ വന്നിരിക്കുകയാണ്. ആദ്യമായി എൻ്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഹനുമാനോട് സീത പറഞ്ഞ കഥ. ഞാനിത് വായിച്ചത് പരേതനായ ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ്റെ രാമായണത്തിലൂടെ എന്ന പുസ്തകത്തിൽ നിന്നുമാണ്. കഥാസന്ദർഭം ഇതാണ്. വിജയശ്രീ ലാളിതനായി ലങ്കയിൽ തിരിച്ചെത്തിയ ശ്രീരാമൻ ഈ വിവരം അറിയിക്കാനായിട്ട് ഹനുമാനെയാണ് നിയോഗിച്ചത്. ഹനുമാൻ അശോകവനത്തിലെത്തി സീതയോട് ആ വിവരം അറിയിച്ചു. പക്ഷേ ഇത്രയും നല്ലൊരു സന്തോഷമുള്ള വാർത്ത അറിഞ്ഞിട്ടും സീതയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. സന്തോഷമോ എന്തോ ഒരു മുഖത്ത് പ്രസാദമുണ്ടായിരുന്നില്ല. അപ്പോൾ ഹനുമാൻ ചുറ്റും നോക്കി. അപ്പോഴാണ് ഹനുമാൻ ശ്രദ്ധിച്ചത് സീതയ്ക്ക് ചുറ്റും രാക്ഷസികളെ ഇരുത്തിയിട്ടുണ്ട്. അവർ മാനസികമായും ശാരീരികമായും സീതയെ പീഡിപ്പിച്ചു കാണുമോ? അതായിരിക്കുമോ സീതയുടെ സന്തോഷക്കുറവിൻ്റെ കാരണം എന്നൊക്കെ സംശയിച്ചു ഹനുമാൻ. ഉടനെ തന്നെ ഹനുമാൻ സീതയോട് ചോദിച്ചു, ഞാൻ അവരെ തച്ചുടയ്ക്കട്ടെ, തച്ചു കൊല്ലട്ടെ എന്ന്. അപ്പോൾ സീത പറഞ്ഞു, അത് വേണ്ട. സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം എന്ന്. അതിനുദാഹരണമായി സീത ഹനുമാനോടൊരു പുലിയുടെയും കരടിയുടെയും കഥ പറഞ്ഞു. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു
ഒരു വേടൻ നായാട്ടിനു പോയി. തൻ്റെ നേരെ വന്ന ഒരു പുലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേടൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി. പക്ഷേ മരത്തിൻ്റെ മുകളിൽ കയറി കുറച്ച് മുകളിലെത്തിയപ്പോഴാണ് കണ്ടത് മുകളിൽ ഒരു കരടി ഇരിക്കുന്നുണ്ട്. അത് കണ്ട് ഒന്ന് ഭയന്നു വേടൻ. പക്ഷേ കരടി അവിടെ നിന്നും പറഞ്ഞു, സ്നേഹിത, പേടിക്കണ്ട, ഇങ്ങോട്ട് കയറി പോന്നോളൂ, ഞാൻ ഉപദ്രവിക്കില്ല എന്ന്. ആ പറഞ്ഞ വിശ്വാസത്തിൽ വേടൻ മരത്തിൻ്റെ മുകളിൽ കയറി കരടിയുടെ സമീപത്ത് ഇരിപ്പുറച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേടൻ ക്ഷീണിച്ച് കരടിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങിത്തുടങ്ങി. ഇതെല്ലാം താഴെ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുലി. അപ്പോൾ പുലി കരടിയോട് പറഞ്ഞു, ഏതായാലും വേടൻ ഉറങ്ങിയല്ലോ, അയാളെ താഴോട്ട് തള്ളിയിടുകയാണെങ്കിൽ എൻ്റെ ചാപ്പാട് റെഡി, ഞാനത് കഴിച്ചിട്ട് ഇവിടുന്ന് പൊക്കോളാം, നിന്നെ ഉപദ്രവിക്കില്ല എന്ന്. പക്ഷെ കരടി പറഞ്ഞു, ഇല്ല, എന്നെ വിശ്വസിച്ച് മുകളിൽ കയറി വന്നതാണ് അയാളെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല എന്ന്. പുലി നിരാശനായി. കുറേ കഴിഞ്ഞപ്പോൾ വേടൻ ഉറക്കമുണർന്നു. ക്ഷീണിതനായ കരടി കുറച്ചു കഴിഞ്ഞ് വേടൻ്റെ മടിയിൽ കിടന്നുറങ്ങി തുടങ്ങി. ഇത് കണ്ട് പുലി വേടനോട് പറഞ്ഞു, എടോ, കരടി ഏതായാലും ഉറക്കമായി, അവനെ തള്ളി താഴത്തോട്ടിട്ടാൽ എൻ്റെ വയറ് നിറയും, അത് തിന്നിട്ട് ഞാൻ പൊക്കോളാം, നിന്നെ കാത്ത് വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ, അവരെ പോയി സംരക്ഷിക്കുക എന്ന്. ഇത് കേട്ട് വേടൻ, ഓ അത് ശരിയാണല്ലോ എന്നോർത്ത് കരടിയെ പിടിച്ച് തള്ളി. പക്ഷേ കരടി ആ ഇരിപ്പ് നല്ലോണം ആ മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചിരുന്നതുകൊണ്ട് കരടി താഴെ വീണില്ല. അപ്പോൾ പുലി പറഞ്ഞു കരടിയോട്, ഹേയ് കരടി, നിന്നെ തള്ളിയിടാൻ പറഞ്ഞപ്പോൾ തള്ളിയിടാൻ നോക്കിയ ആളാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്, എന്നിട്ട് നീ അവനെ വിശ്വസിക്കുകയാണ്. അവൻ ഇനി എന്തിനാ രക്ഷിക്കുന്നേ, അവനെ ഇങ്ങോട്ട് തള്ളിയിട, ഞാനൊന്ന് തിന്നിട്ട് പൊക്കോട്ടെ എന്ന്. പക്ഷേ കരടി ഇത് കേട്ടിട്ട് പറഞ്ഞു, സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം, അവർ തന്നെ ദ്രോഹിച്ചവരോട് പോലും പ്രതികാരം ചെയ്യില്ല എന്ന്. നപ്പര പാദമാദത്തെ പരേഷാ പാദകർമ്മണാം സമയോ രക്ഷിതവ്യസ്തു സന്തചാരിത്രഭൂഷണ എന്ന് സീത കരടി പറഞ്ഞ കാര്യം ഹനുമാനോട് പറഞ്ഞു. അതായത് തന്നെ ദ്രോഹിച്ചവരോട് പോലും പ്രതികാരം ചെയ്യില്ല സജ്ജനങ്ങളെന്ന്. അപ്പോൾ ഇത്രയും നല്ലൊരു സന്ദേശം സീത നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. കാരുണ്യമൂർത്തിയായ ശ്രീരാമചന്ദ്രന് ചേരുന്ന ധർമ്മപത്നി സീത തന്നെയല്ലേ? തീർച്ചയായും. നന്ദി, നമസ്കാരം.